അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദജ്ജാലിനെ കുറിച്ച് ഹദീസുകളിൽ പറയുന്നതും അന്ത്യനാളിൻ്റെ അടയാളങ്ങളും. റബീഉ ഇബ്നു ഹറസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം. ഒരിക്കൽ അബൂ മസൂദിൻ്റെ കൂടെ ഞാൻ ഹുദൈഫ റളിയല്ലാഹുവിൻ്റെ അടുത്ത് പോയി. അബൂ മസൂദ് പറഞ്ഞു, ദജ്ജാലിനെ കുറിച്ച് നീ പ്രവാചകനിൽ നിന്ന് കേട്ടത് എനിക്ക് പറഞ്ഞു തരുക. അദ്ദേഹം പറഞ്ഞു, നിശ്ചയം വെള്ളവും തീയും കൊണ്ടാണ് ദജ്ജാൽ രംഗപ്രവേശം ചെയ്യുക. വെള്ളമെന്ന് ജനങ്ങൾ ധരിക്കുന്നത് കരിക്കുന്ന തീയും, തീയാണെന്ന് ധരിക്കുന്നത് തണുത്ത ശുദ്ധജലവുമാണ്. നിങ്ങൾ ആരെങ്കിലും അവനെ കണ്ടുമുട്ടുന്ന പക്ഷം അവൻ തീയിൽ വീണുകൊള്ളട്ടെ, അതായിരിക്കും ശുദ്ധവെള്ളം. അബൂ മസൂദ് പറഞ്ഞു, ഞാനും ഇത് കേട്ടിട്ടുണ്ട്. അനസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കയും മദീനയും ഒഴികെയുള്ള ഏതൊരു സ്ഥലവും ദജ്ജാൽ ചവിട്ടാതിരിക്കുകയില്ല. അവ രണ്ടും സംരക്ഷിച്ചുകൊണ്ട് അവയുടെ വാതിലിൽ മലക്കുകൾ അണിനിരക്കും. എന്നാൽ മദീനക്കടുത്തുള്ള ഒരു ഉപ്പുഭൂമിയിലാണ് അവനിറങ്ങുക. അതുമൂലം 3 പ്രാവശ്യം മദീനക്ക് പ്രകമ്പനമേൽക്കും. അതുവഴി എല്ലാ സത്യനിഷേധികളെയും കപടവിശ്വാസികളെയും അള്ളാഹു അതിൽ നിന്ന് പുറപ്പെടുവിക്കും. അനസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ബഹാനിൽ നിന്നുള്ള 70,000 ആളുകൾ ദജ്ജാലിനെ അനുഗമിക്കും. അവൻ തൊയാലിസാൻ ധരിക്കുന്നവയാണ്, അഥവാ പണ്ഡിത വേഷം. ഉമ്മു ശരീഖ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ജനങ്ങൾ ദജ്ജാലിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് പർവ്വതങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടും. അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദജ്ജാൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സത്യവിശ്വാസികളിൽപ്പെട്ട ഒരാൾ അവൻ്റെ നേരെ തിരിയും. അന്നേരം ദജ്ജാലിൻ്റെ കിങ്കരന്മാർ അവനെ നേരിട്ടുകൊണ്ട് ചോദിക്കും, നീ എവിടേക്കാണ് പോകുന്നത്? അവൻ പറയും, ഈയിടെ പ്രത്യക്ഷപ്പെട്ടവനാണ് എൻ്റെ ലക്ഷ്യം. ഞങ്ങളുടെ റബ്ബിൽ നിന്ന് വിശ്വസിച്ചിട്ടില്ലേ എന്ന് അവൻ ആരായാലും ഞങ്ങളുടെ റബ്ബിൽ യാതൊരു അസ്പഷ്ടതയുമില്ലെന്ന് അവൻ സത്യവിശ്വാസികളായി പ്രസ്താവിക്കും. അങ്ങനെ അവർ അയാളെ കൊല്ലാൻ തീരുമാനിക്കും. അന്യായമായി ആരെയും കൊല ചെയ്യരുതെന്ന് രക്ഷിതാവ് നിരോധിച്ചിട്ടില്ലേ എന്ന് ചിലർ അവരെ ഉണർത്തും. അപ്പോൾ അവനെയും കൊണ്ടവർ ദജ്ജാലിൻ്റെ അടുത്ത് പോകും. അവനെ കണ്ട മാത്രയിൽ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയ ദജ്ജാലാണ് ഇവനെന്ന് സത്യവിശ്വാസി പ്രഖ്യാപിക്കും. അവൻ പിടിച്ചുകെട്ടി തല്ലി തകർത്തി വയറും മുതുകും അടിച്ചു പരത്തി വികൃതമാക്കാൻ ദജ്ജാൽ കൽപ്പിക്കും. നീ എന്നിൽ വിശ്വസിക്കുന്നുവോ എന്നവൻ അട്ടഹസിക്കും. നീ തന്നെയാണ് പെരുങ്കള്ളനായ മസീഹുദ് ദജ്ജാൽ എന്നവൻ പ്രത്യുത്തരം നൽകും. തല മുതൽ കാലുകൾക്കിടയിലൂടെ ഈർന്നു പിളർക്കാൻ ദജ്ജാൽ കൽപ്പിക്കും. പിന്നീട് പിളർക്കപ്പെട്ട ഭാഗങ്ങൾക്കിടയിലൂടെ നടന്ന് ദജ്ജാൽ പറയും, നീ എഴുന്നേൽക്കൂ. അവൻ എഴുന്നേറ്റ് വരുമ്പോൾ നീ എന്നിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കും. നിന്നെ സംബന്ധിച്ച യാഥാർത്ഥ്യം എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടു എന്ന് ആ വിശ്വാസി മറുപടി പറയും. മറുപടി പറഞ്ഞ ശേഷം സത്യവിശ്വാസി പറയും, മനുഷ്യരെ, എനിക്ക് ശേഷം ആരെയും അവന് പ്രകാരം ചെയ്യാൻ കഴിയുകയില്ല. ഉടൻ ദജ്ജാൽ അവനെ അറുക്കാൻ വേണ്ടി പിടിക്കും. അപ്പോൾ അള്ളാഹു അവൻ്റെ പിരടി മുതൽ തൊക്കുഴി വരെയുള്ള സ്ഥലം പിച്ചള പോലെയാക്കി തീർക്കും. അറക്കാൻ അവന് കഴിയില്ല. അന്നേരം ദജ്ജാൽ അവൻ്റെ കാലും കൈയും പിടിച്ച് വലിച്ചെറിയും. ജനങ്ങൾ വിചാരിക്കും നരകത്തിലേക്കാണ് അവനെ വലിച്ചെറിഞ്ഞതെന്ന്. യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്കാണ് അവൻ എറിയപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവനാണ് റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ രക്തസാക്ഷി. നവാസ് ഇബ്നു സമആൻ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം. ഒരു പ്രഭാതവേളയിൽ ദജ്ജാലിനെക്കുറിച്ച് പ്രവാചകൻ സംസാരിച്ചു. മുടി ജടകുത്തിയ ഒരു യുവാവാണവൻ. അവൻ്റെ കണ്ണ് അല്പം തെറിച്ചു നിൽക്കും. എൻ്റെ ദൃഷ്ടിയിൽ അബ്ദുൽ ഹുസയോട് സാദൃശ്യമുള്ളവനാണവൻ. നിങ്ങളാരെങ്കിലും അവനെ കണ്ടുമുട്ടിയാൽ കഹഫ് സൂറത്തിലെ ആദ്യ ആയത്തുകൾ ഓതിക്കൊള്ളുക. സിറിയയുടെയും ഇറാഖിൻ്റെയും മധ്യയുള്ള ഒരു സ്ഥലത്താണ് അവൻ ഇറങ്ങുക. എന്നിട്ടവൻ തൻ്റെ ഇടവും വലവും ഉഗ്രക്കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അള്ളാഹുവിൻ്റെ അടിമകളെ, നിങ്ങൾ ഉറച്ചു നിൽക്കൂ. ഞങ്ങൾ ചോദിച്ചു, പ്രവാചകരെ, ഭൂമിയിൽ അവൻ്റെ വേഗത എത്രയാണ്? അദ്ദേഹം പറഞ്ഞു, കാറ്റടിച്ചു കൊണ്ടുപോകുന്ന മഴ പോലെയാണ്. ചില ജനങ്ങളുടെ അടുത്ത് ചെന്ന് അവരെ ക്ഷണിക്കുമ്പോൾ അവർ വിശ്വസിക്കുകയും ഉത്തരം നൽകുകയും ചെയ്യും. അവൻ ആകാശത്തോട് മഴ വർഷിക്കാൻ കൽപ്പിക്കുമ്പോൾ അത് വർഷിക്കും. ഭൂമിയിലേക്ക് ചൂണ്ടുമ്പോൾ മുളപ്പിക്കും. അനന്തരം അവരുടെ കന്നുകാലികളുടെ പൂഞ്ഞ നീണ്ടു വളരും. അകിട് നിറഞ്ഞൊഴുകും.
ഊര നീണ്ടു വളർന്നതാവും. പിന്നീട് അവൻ മറ്റു ചില ആളുകളെ ക്ഷണിക്കുകയും അവർ വിശ്വസിക്കാതെ തിരിച്ചു പോരുകയും ചെയ്യും. നേരം പുലരുമ്പോഴേക്കും കഠിനക്ഷാമം അവരെ ബാധിക്കും. യാതൊന്നും അവരുടെ കൈവശം ഉണ്ടാവുകയില്ല. ഒരു ശൂന്യപ്രദേശത്തുകൂടി അവൻ സഞ്ചരിച്ചാൽ അതിലെ നിക്ഷേപങ്ങൾ അവൻ്റെ നിർദ്ദേശമനുസരണം തേനീച്ചയെപ്പോലെ അവനെ പിന്തുടരും. ഒരു യുവാവിനെ വിളിച്ച് ചൂണ്ടുപലകയാക്കി നിർത്തി രണ്ടായി പിളർത്തുകയും തിരിച്ചു വിളിച്ചാൽ അവൻ പുഞ്ചിരി തൂകി എഴുന്നേറ്റ് വരികയും ചെയ്യും. ഈ നില തുടർന്നുകൊണ്ടിരിക്കെ മറിയമിൻ്റെ മകൻ മസീഹിനെ അള്ളാഹു നിയോഗിക്കും. ഡമസ്കസിൻ്റെ കിഴക്കുള്ള വെള്ളിമിനാരത്തിൻ്റെ അടുത്തു 2 മലക്കുകളുടെ ചിറകിൽ കൈവച്ച് 2 നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാണ് അദ്ദേഹം വരിക. തല താഴ്ത്തിയാൽ വെള്ളം തുള്ളികളായി വീഴും, ഉയർത്തിയാൽ മുത്തിന് സമാനമായ വെള്ളത്തുള്ളികൾ ഉരുണ്ടു വീഴും. അദ്ദേഹത്തിൽ നിന്ന് നിർഗമിക്കുന്ന സുഗന്ധം ശ്വസിക്കുന്ന സത്യനിഷേധി ഉടൻ മരണപ്പെടും. ആ സുഗന്ധമാകട്ടെ കണ്ണെത്തുന്ന സ്ഥലം വരെ എത്തും. ലുദ്ദിൻ്റെ കവാടത്തിൽ വെച്ച് അദ്ദേഹം ദജ്ജാലിനെ കാണുകയും കൊലപ്പെടുത്തുകയും ചെയ്യും. അബൂ ഹുറൈറയിൽ നിന്നുള്ള നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിമാർ ആരും തങ്ങളുടെ ജനതയ്ക്ക് പറഞ്ഞു കൊടുക്കാത്ത കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഒറ്റക്കണ്ണാണ് അവൻ. സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും രൂപമായിട്ടാണ് അവൻ വരിക. അവൻ സ്വർഗമാണെന്ന് പറഞ്ഞു കാണിക്കുന്നത് നരകമായിരിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ജനമധ്യത്തിൽ വെച്ച് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെക്കുറിച്ച് ഇപ്രകാരം സംസാരിച്ചു: അള്ളാഹു ഒറ്റക്കണ്ണനല്ല. മസീഹുദ് ദജ്ജാൽ വലംകാഴ്ചയില്ലാത്തവനാണ്. ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മുന്തിരി പോലെ തെറിച്ചു നിൽക്കുന്നതായിരിക്കും അവൻ്റെ ആ കണ്ണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഖബറിൻ്റെ അടുത്തുകൂടി നടന്നു പോകുന്നവൻ അതിന്മേൽ കിടന്നുരുണ്ട് ഇവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് പറയുന്നതുവരെ ഈ ലോകം അവസാനിക്കുകയില്ല. എന്നാൽ മതവിശ്വാസി ആയതുകൊണ്ടല്ല, കഠിനമായ വിപത്ത് കൊണ്ട് മാത്രമാണ് അവനത് പറയേണ്ടി വരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർണ്ണത്താലുള്ളൊരു പർവ്വതം യൂഫ്രട്ടീസ് നദിയിൽ പ്രത്യക്ഷപ്പെടും. അതിനുവേണ്ടി ഉഗ്രപോരാട്ടം നടക്കുകയും 100-ൽ 99 പേരും കൊല്ലപ്പെടുകയും ഓരോരുത്തരും വിജയി ഞാനായിരുന്നെങ്കിൽ എന്ന് പറയുകയും ചെയ്യാതെ അന്ത്യനാൾ വന്നെത്തുകയില്ല. മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നു, ഒരു സ്വർണ്ണക്കൂമ്പാരം യൂഫ്രട്ടീസ് വെടിവാക്കും. അവിടെ എത്തുന്നവർ അതിൽ നിന്ന് ഒന്നും തന്നെ എടുക്കരുത്. മിർദാസുൽ അസ്ലാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യമുള്ള സജ്ജനങ്ങൾ മരണപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നീട് ബാർലിയുടെയും കാരക്കയുടെയും ഉമിക്ക് സമാനമായ അധമന്മാർ അവശേഷിക്കും. അള്ളാഹു അവരെ ഒരിക്കലും വിലവെക്കുകയില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സമുദായത്തിൽ അള്ളാഹു ശിക്ഷ ഇറക്കുന്ന പക്ഷം അവരിൽ എല്ലാവരെയും ആ ശിക്ഷ ബാധിക്കുന്നതാണ്. പിന്നീട് കർമ്മങ്ങളെ ആധാരമാക്കി അവൻ പുനർജീവിപ്പിക്കപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ഈമാനോടുകൂടി മരിക്കാനും നമ്മെ എല്ലാവരെയും അവസാനം സ്വർഗപ്പൂങ്കാവനത്തിൽ ഒത്തൊരുമിക്കാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.